അപ്പോൾ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ബുക്ക് വായനയിൽ സൈക്കിളിലോട്ട് പോകണമെന്നൊരാഗ്രഹം പറഞ്ഞിട്ട് പോകണേണ് ഗായ്സ്. അപ്പോൾ നേരെ സൈക്ലിങ്ങിന് വേണ്ടി ഇറങ്ങണേണ്. അവന്മാരൊരു സൈക്കിൾ താങ്ങണം കേട്ടോ. അവന്മാർ രണ്ടുപേരും അവിടെ ഇപ്പോൾ ഉണ്ട്. എനിക്കൊരു സൈക്കിൾ കൂടി ഉണ്ട്. അവന്മാർ ഒപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേക്കണത്. പിന്നെ ബാക്കി രണ്ടുപേര് ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വരാൻ പറ്റുന്നില്ല ഗായ്സ്. വാ, എങ്ങാട്ടാണ് പോകാൻ പോവാ? ചെല്ലാന ഹാർബറിൽ കടൽ കാണാൻ പോകാന്നൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ നേരെ കടൽ കാണാൻ പോയിട്ട് വരാം ഗൈസ്. സൈക്കിൾ ഒപ്പിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് രണ്ടാമത്തെ സൈക്കിൾ കിട്ടിയത്. രണ്ടാമത്തെ സൈക്കിളാണ് തള്ളിക്കൊണ്ട് വരുന്നത്. ഇത് ഇവൻ്റെ സ്വന്തം സൈക്കിളാണ് കേട്ടോ. അപ്പോൾ നേരെ അടുത്ത സൈക്കിള് ഇനിയും രണ്ട് സൈക്കിളല്ലേ. ഇനി രണ്ട് സൈക്കിൾ കൂടി വേണം. രണ്ട് സൈക്കിൾ കിട്ടുമെങ്കിൽ ഒപ്പിക്കും, അല്ലെങ്കിൽ ഉള്ള സൈക്കിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്നതാണ് ഗൈസ്. രണ്ട് പിന്നെ ഈ ഒരു സൈക്കിളും പിന്നെ ബാക്കി രണ്ടുപേരും കൂടി ഉണ്ട്. രണ്ടുപേരല്ലേ, ഒരാൾ കൂടിയല്ലേ ഉണ്ട്. ഞങ്ങൾ മൊത്തം 4 പേരുണ്ട് ഗൈസ്. അപ്പോൾ ഒപ്പിച്ച് അപ്പോൾ ഗൈസ് ഞങ്ങൾ സൈക്കിൾ ഇങ്ങനെ ഇറങ്ങി എല്ലാവരും സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. ദൈവന്മാർ സൈക്കിൾ ഓട്ടർ, ദൈവന്മാർ രണ്ടുപേരിങ്ങനെ സൈക്കിൾ ഓട്ടർ, ഞാനും സൈക്കിൾ ഓട്ടറാണ് ഗൈസ്. നേരെ നല്ലൊരു വൈബ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കൊള്ളാം. സൈക്കിൾ ചവിട്ട് തുടങ്ങിയപ്പോൾ തന്നെ കതച്ച് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ സൈക്കിളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. കൊള്ളാം. ഓടിഞ്ചൊക്കെ നല്ല പരിവായതുകൊണ്ട് പിന്നെ ടാസ്ക്കാണ്. ശ്രദ്ധിച്ചൊക്കെ പോകണമെന്നാണ് ഗൈസ് ആഗ്രഹം. അപ്പോൾ നേരെ അടുത്ത സ്പോട്ട് എത്തിയിട്ട് വരാട്ടാ ഗൈസ്. അങ്ങനെ ചവിട്ടി ഞങ്ങൾ ഏകദേശം കുറച്ച് സ്ഥലം വരെ എത്തിയേട്ടാ. പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഇവിടെ തട്ടിയും മുട്ടിയും സിനിമ ഷൂട്ടിങ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഷൂട്ടിങ് ഉണ്ടാകുന്നറിയാൻ പോലെ ഈ വീട്ടിലാണ് ഗൈസ് ഷൂട്ടിങ് ചെയ്യണത്. ഈ കാണുന്ന വീടുണ്ട്. ഇതാണ് ആ വീട് കിട്ടണ്ടെന്നറിയാൻ പോലെ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞങ്ങൾക്ക് പോകണത് കേട്ടോ. അതാണ് ആ വീട് ഗൈസ്. തട്ടിമുട്ടി ഷൂട്ടിങ് ചെയ്യണ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഷൂട്ടിങ് ഇല്ല, കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ നേരെ അടുത്ത സ്ഥലത്തായിട്ട് നേരെ ഇവിടെ എത്തിയിട്ട് വരാം ഗൈസ്. എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ വരാട്ടാ. അങ്ങനെ പോണ വഴി ട്രെയിൻ പോകണമെന്നാ. ട്രെയിൻ കണ്ടിട്ട് നിർത്തിയതാണ് ഞാൻ പോണ ട്രെയിൻ. പിള്ളേർ വൈബ്, പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അല്ലു ഒരാളുകൂടി ഉണ്ട്. ഓക്കെ, നീണ്ടവരെ എത്തി ഗായ്സ്. നീണ്ടവരെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു തവണ. നല്ല മൂടാണ്. ബാക്കി എല്ലാവരും ബാക്കിലുണ്ട് ഗായ്സ്. സൈക്കിലോട്ട് ഇറങ്ങണ്. അമ്മമാർ സൈക്കിലോട്ട് പോണ്. ഒരു ടീമും കൂടി ഉണ്ട്. അല്ലും അഭിനലും പോണ് ഗൈസ്. അപ്പോൾ അതേ നീണ്ടാരം എത്തിയിട്ടുണ്ട്. നീണ്ടാരം മൂട് കാണിച്ചു തരട്ടാ. നല്ല മൂട്. അയ്യോ, ഇവിടെ ഒതുക്കിയാലേ. നല്ല കുറേ ആൾക്കാരുണ്ട് ഗൈസ് എൻ്റെ ഉള്ളിൽ. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. ഇവിടെ സൈക്കിളുണ്ട്. ഞങ്ങൾ എവിടെയാണെങ്കിലും വണ്ടി ഒതുക്കാൻ വേണ്ടി പോകാനാണ്. നീണ്ടാരം, ഐ ലവ് നീണ്ടാരം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് ഒരു വട്ടം രാവിലെ. അന്ന് ഇത്ര ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. ഹെർക്കുലീസ് പവറാണ് ഗൈസ്. പണ്ടത്തെ സൈക്കിളാണെന്ന് തോന്നുന്നു. ഇവിടെ ഐ ലവ് നീണ്ടാരെന്ന് എഴുതിയിട്ടുണ്ട്. ചേട്ടൊന്നും വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ജില്ലയായിട്ടാ ഗൈസ്. എല്ലാവരും ഇവിടെ സൈക്കിൾ നിർത്തി. ഞാനെന്താ ഇവിടെ സൈക്കിൾ നിർത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ സൈക്കിൾ നിർത്തി. ഞാനെന്താ ഇവിടെ സൈക്കിൾ നിർത്തി. അവന്മാരി നല്ല ചാലാണ് ഗൈസ് ഇവിടെ. അല്ലുവാണ് ഈ ചാലിലൊരു പാട്ട് പാടാന്ന് പറഞ്ഞ. ഇവിടെ പാടിക്കണല് പാട. പാട്ട് പാടുന്നുണ്ടാ. ഇവിടത്തെ കാറ്റാണ് കാറ്റത്. അത് തന്നെ, ഇവിടത്തെ കാറ്റാണ് കാറ്റല്ലേ ശരിക്കും. നല്ല കാറ്റുണ്ട് ഗൈസ് ഇവിടെ. നല്ലൊരു സ്ഥലം. സൈക്കിൾ ഓടാനൊക്കെ നല്ല രസമുണ്ട് കേട്ടാ. കുറേ നാൾക്ക് ശേഷമാണ് സൈക്കിൾ ഓടണ. ആട്ടണ എന്താണ് സൈക്കിൾ ഓട്ടിയിട്ട് അങ്ങനെ ഉണ്ട്. ഇവൻ ചവിട്ടണല്ലേ, ഇവൻ വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണാണ് കേട്ടാ. ഇവൻ ചവിട്ടണമെന്ന് തോന്നുന്നു. ഇവനും ഇരിക്കണാണ് ഗൈസ്. ഇവന്മാർ മാറി ചവിട്ടണ. ഇവനാണ് ഇവന്മാർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഗൈസ്. അന്ന് ബുക്ക് വായിച്ചതിൻ്റെ പ്രകാരം ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇവന്മാർക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഇതും കഴിഞ്ഞിട്ട് അവന്മാരോട് പറഞ്ഞിട്ടില്ല കേട്ടാ. നേരെ അവന്മാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം എന്തെങ്കിലും. നേരെ ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിലായിട്ട് പോട്ടെ. അടുത്ത സ്പോട്ട് എത്തിയിട്ട് വരാം ഗൈസ്. ഇവിടെ ഒന്ന് കുറച്ചേരി ഇരുന്നിട്ട് വരാട്ടാ. ഉണ്ട് ഗൈസ്, നല്ല സ്പോട്ട്. അവന്മാർ ബാക്കിലുണ്ട്, ഞാൻ ഫ്രണ്ടിലുണ്ട്. ഫസ്റ്റ് ഞാൻ നിൽക്കണ ഗൈസ്. വായമാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ സൈക്കിളൊക്കെ ചവിട്ടി. നല്ലൊരു സ്ഥലം. വായമാരെല്ലാം തോന്നുന്നു മലയാളിയാണെന്ന് തോന്നുന്നു. തുറിച്ചൊരു നോട്ടം നോക്കി. അപ്പം നിങ്ങളെങ്ങനെയുണ്ടോ സൈക്കിൾ ഓട്ടിയിട്ട്? കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ലൂണയാണ് സൈക്കിൾ ഓടണ ഗൈസ്. നല്ല റോഡട്ടാ. സൈക്കിളൊക്കെ ചോട്ടാ. അവന്മാര് പറന്നടിക്കുന്നു.
ഗൈസ് നമ്മളൊരു യൂട്യൂബറെ കണ്ടെത്തിയിട്ടുണ്ട്. സൈക്കിളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നേരെ ചെല്ലാനും പറ്റിയെത്തിയിട്ടുണ്ടോ? അതെ ഓർമ്മിച്ചാണെന്ന് തോന്നിക്കാണ് ചെല്ലാനും പാലം ചേട്ടന കയറ്റമാണ് നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ടോ? ഓ നല്ല തിരമാല. ഹാർബർ അല്ല, ഹാർബർ അപ്പുറത്ത് എവിടെയാണെന്ന് തോന്നുന്നില്ല. അവിടെ അങ്ങോട്ട് പോകുമ്പോ ഹാർബർ ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പതുക്കെ പോവാം. നല്ലൊരു മൂഡ്. ഇവിടെ കയറിയാ അവിടെ അരിയും ഇങ്ങനെ കുറെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത്ര അടിച്ച് കയറ്റിയതാണെന്ന്. പണ്ട് ഇങ്ങനെയൊന്നും അല്ല ഇവിടെയൊക്കെ അല്ലേ. തിര അടിച്ച് പൊങ്ങുവാന്നറിയാൻ പോലെ ഇതിലും തിരവനുണ്ട്. പൊങ്ങിയില്ലേ? എടാ സൈക്കിളോട്ട് അൽറ്റണൊക്കെ ചോദിക്കട്ടെ. ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി വന്നിട്ട് പറഞ്ഞാ ഇവരെ കിട്ടണില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലു അവൻ സൈക്കിളിൽ ഇരുന്ന് സുഖം പിടിച്ചാണ് കൈസ് വന്നത്. നല്ല ഇവനാണ് പാഞ്ഞ് ചവിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഞാനും ഒറ്റയ്ക്ക് ചവിട്ടി വിഷമിച്ച് ഇവിടം വരെ എത്തി. അവിടെ നിന്ന് കയറി, അവിടെ നിന്ന് താഴെ നിന്ന് കയറി, ഇവിടെ കയറി. പിള്ളേരൊക്കെ ഇവിടെ നിൽക്കണ്. രണ്ടുപേരും ഇവിടെ ഫോട്ടോ എടുക്കണ്. ഞാനും ഇതിൻ്റെ മേളിൽ നിൽക്കണ് ഗൈസ്. തിരമാലയിലേക്ക് ഇടലിനടിയാട്ടോ. തിരമാല അടിക്കണം. അതൊക്കെ ഇടലിനാണ് തിരമാല. നല്ല രസമുണ്ട്. മഴക്കാലത്തായതുകൊണ്ടാണെന്ന് നല്ല തിരമാല ഉണ്ട് ഗൈസ് ഇവിടെ. ഈ ഫ്രെയിമിൽ നിന്ന് ഞാനെന്ത് പറയുമെന്ന് എനിക്കറിയാൻ പറ്റില്ല ഗൈസ്. എന്താണേലും നല്ലൊരു വൈബുണ്ട്. പിള്ളേരോടെ ഇവിടെ വന്ന് എൻജോയ് ചെയ്തപ്പോൾ ഗൈസ് അങ്ങനെ ഒരു ഞണ്ടോടിപ്പോണ് ഗൈസ്. ഞണ്ടിനെ കണ്ടുപിടിച്ച് ഞണ്ടിനെ ഇത് നോക്കിയേ. നല്ലൊരു ഐറ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്തോ കടൽ ഞണ്ട്, വിഷം ഞണ്ടാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവൻ ഓടിപ്പോനാണ്. ഇതിനാണ് ഞാൻ ചവിട്ടിയിട്ടത് കേട്ടാ. അത് പോട്ടെ ഗൈസ്. വള്ളം ഗൈസ്. മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ കിടക്കണണ്ട. ഇവിടെ മീൻപിടുത്തമൊക്കെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണത്. ഉണ്ടാവുകയെന്നറിയാൻ പല ഗൈസ്. മീൻപിടുത്തം കാണാൻ പറ്റുമെന്നറിയാൻ പറ്റില്ല. ഹാർബറിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന ഹാർബറാണ് കേട്ടോ. ചെറുക്കൻ ഓടി വന്നെ കണ്ട. ചെറുക്കൻ വൈബ് മോനെ. അല്ല ചിരി കണ്ട ഗൈസ്. സന്തോഷം. അപ്പൊ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വൈബ് യാത്ര. എങ്ങനെയുണ്ടാ യാത്ര? സൈക്കിളിലോട്ട് യാത്ര. നല്ല ഫുട്പാത്തിൽ കൂടി നല്ല മഴക്ക് പോളുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുവാന്നറിയാൻ പോലെ. നിങ്ങൾ നേരെ ഹാർബറിൻ്റെ പറ്റിയെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സൈക്കിൾ ഇറക്കേണ്ടി വരുമെന്നാണ് തോന്നണ ഗൈസ്. സൈക്കിൾ ഇറക്കിയിട്ട് അപ്പുറത്തെ ഹാർബറിലെത്തണമെങ്കിൽ പാടാണെന്നറിയാൻ പോലെ. അതെ പറ്റിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാർബറിലെത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്. ചെല്ലാന ഹാർബറിലെ മീൻപിടുത്തം ഫിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഫിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല സ്ഥലം. നല്ലൊരു ഫ്രെയിം ഗൈസ്. ഫ്രെയിം കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. ബാക്ക് സൈഡ് ഇവിടെ മീൻ പിടിക്കണ ആൾക്കാരൊക്കെ അവിടെ ഒരു ചേട്ടൻ നിന്ന് മീൻ പിടിക്കണുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ അലൻ കൈമ്പി ചെയ്ത് ഫോട്ടോ എടുക്കണ ഗൈസ്. അപ്പൊ നല്ലൊരു മൂടുണ്ട്. ഞാനും കൊച്ചിറക്കനും കൂടി നടന്നിട്ടിരിക്കണാണ് ഗൈസ്. അതാണ് കൊച്ചിറക്കൻ. കൊച്ചിറക്കനാണ് കേട്ടോ. അത് നടന്ന് അവിടെ എത്തുമെന്ന് അറിയാൻ പറ്റില്ല. അച്ഛൻ പോകണമെന്ന് ഒറ്റ കുറേ പിള്ളേർ ഇരിപ്പുണ്ട് അവിടെ. ചൂണ്ടിട്ടുണ്ടിരിക്കുന്നതാണ് അവിടെ എല്ലാവരും. നല്ല ഇരുണ്ടൊന്ന് വഞ്ചിയൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വഞ്ചിക്കാണ് ഇവർ പോണത്. ഇവിടെ നിന്ന് എങ്ങനെ ഇറക്കണേന്ന് അറിയാൻ പോലല്ല. അവിടെ വഴിയുണ്ട്. അങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. സമയം ഇരുട്ടിക്കൊണ്ടിരിക്കണ്. ഏകദേശം മൊത്തം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടോ. കടലിലെ വൈബാണെങ്കിൽ നല്ല വൈബുണ്ട്. അല്ലെങ്കിൽ ഇതിലെ മൂടാണ് കേട്ടോ. കടലിൽ മൊത്തം അമ്മമാരവിടെ ഇപ്പൊ ഉണ്ട്. അമ്മമാരൊക്കെ അവിടെ കളിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ട്. നല്ലതും ഉണ്ട്. അവിടെ അവന്മാര് നല്ലൊരു ഫ്രെയിമാണ് ഗൈസ്. ഇവിടെ അവിടെ ആൾക്കാർ ചൂണ്ടയിരുന്നുണ്ട് കേട്ടാ. കടല് മൊത്തം ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണ്. മഴയെങ്ങാനും പെയ്ത ട്രാപ്പാവും. ഞങ്ങളിവിടെ മൊത്തം കുറെ നേരം നടന്ന് ഗൈസ്. ഇവിടെ കൂടി നല്ലൊരു വൈബാണ്. പതുക്കെ ചലിക്കുകയാണ് ഗൈസ് ഇവിടെ നിന്ന്. ബൈ ബൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് അതും പറഞ്ഞത്. ബൈ ബൈ പറയണത്. അപ്പൊ ഗൈസ് ഞങ്ങൾ നീണ്ടരേക്ക് വിട്ട് ചെല്ലാനും വിട്ട് ജംഗ്ഷനിൽ വന്നെത്തി ഗൈസ്. എഴുപിന്നേലി ഇവിടെ അത് അമ്മമാരും പോണ്. ഞങ്ങൾ നേരെ മന്തിക്കടയിലായിട്ടാണ് ഗൈസ്. അമ്മമാർക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. അപ്പോൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നേരെ മന്തിക്കട എത്തിയിട്ട് വരാം. ഓക്കെ ഗൈസ്. ഒരു ചായ മേടിച്ച് തരുവാന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ടുവന്ന കേട്ടാ. എടാ പോലടാ ഫുഡ് കഴിച്ചിട്ട് പോടാ. ചായല്ല മന്തി കഴിക്കാം നമുക്ക്. വേറെ സന്തോഷമൊക്കെ ഉണ്ടാ ഗൈസ്. മന്തി കഴിക്കാന്ന് പറഞ്ഞപ്പോ വേറെ സന്തോഷമാണ്. നമ്മുടെ സന്തോഷമാണ് ഗൈസ്. നമ്മൾ നേരെ മന്തി കഴിക്കാൻ വേണ്ടി കയറാണ്. മന്തി ഓർഡർ ചെയ്യാൻ പോണേട്ടാ.
ഇവിടുത്തെ മന്തി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, കഴിച്ചിട്ടുണ്ട്. അതിനും വലിയ ഗുണമൊന്നുമില്ല. ഡ്രീമിൽ കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു. ഇവിടെ വരെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കയറുകയാണ്. നമുക്ക് നേരെ മന്തിക്കടലായിട്ട് കയറാം ഗൈസ്. സൈക്കിൾ നോക്കട്ടെ. ഓക്കെ, ഞാൻ മന്തിക്കട. മന്തി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ പിള്ളേരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ പ്ലേറ്റും വന്നെത്തി. ആദ്യമേ വിളമ്പാൻ പോണുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് മന്തി വന്നിട്ടുണ്ട്. എല്ലാവരും കഴിച്ചോണ്ടിരിക്കണം. എല്ലാവരും കഴിച്ചോണ്ടിരിക്കണം കേട്ടോ ഗൈസ്. എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ ഗൈസ്. ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. മന്തി കഴിക്കാൻ കയറിയപ്പോൾ എല്ലാവരും കഴിച്ചിറങ്ങി ഗൈസ്. ഈ ബായിയാണ് എൻ്റെ സബ്സ്ക്രൈബർ, ന്യൂ സബ്സ്ക്രൈബർ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൈഡും കഴിഞ്ഞ് എല്ലാവരും വന്നെത്തി. ഇതേ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. എങ്ങനെയാണ്, ഹാപ്പി ആയിരുന്നില്ലേ? വയറൊക്കെ നിറഞ്ഞ് നിങ്ങളോ, നീ ഹാപ്പി ആയിരുന്നു? അല്ലു അബിനലി ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു റൈഡും പോയിട്ട് വീട്ടിൽ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ് ഗൈസ്. എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണ്ട, ഷെയർ ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യണ്ട, പറഞ്ഞാലും ചെയ്യില്ല ഗൈസ്. ഓക്കെ.